എബ്രോഡിലെ ഇംഗ്ലീഷ് സാർ. അങ്ങനെയല്ല, ഇപ്പൊ സാറ് എബ്രോഡാണ്. അത് ഇംഗ്ലീഷ് സാറിന് പറഞ്ഞാ പോലെ, എബ്രോഡിലുള്ള ഇംഗ്ലീഷ് സാറിന്റെ ആവശ്യമില്ലായിരുന്നു. അതാണ് നമ്മൾ ഓ അങ്ങനെ നാട്ടിലുള്ള മലയാള സാർ എബ്രോഡിൽ ഇതല്ലേ. എവിടെ എബ്രോഡ്? എവിടെ? ചെന്നൈ. പ്രണയം സീക്രട്ട് ആയിരുന്നോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെ അതിന് സീക്രട്ട് ആയിട്ട് വെക്കേണ്ട കാര്യമില്ല. കുറച്ച് ആൾക്കാരത് കാണട്ടെ. പ്രണയിക്കാൻ കല്യാണം കഴിക്കാത്ത ആളാ പറയുന്നത്. കല്യാണം കഴിക്കുന്നവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിക്കാത്തവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിച്ചവരും പ്രണയിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താ? എനിക്ക് കല്യാണത്തിന്റെ കാര്യം ചോദിച്ചോണ്ടേ വന്നപ്പോ തൊട്ട് എല്ലാരും ചോദിക്കുന്നതാണ്. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, അതുകൊണ്ട് ഇനി കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവിടേണ്ട ആവശ്യമൊന്നുമില്ല. നടക്കേണ്ട സമയത്ത് നടക്കും. അതിനുള്ള ഉത്തരം ഭയങ്കര. ഡ്രൈവിംഗ് അറിയാമെങ്കിൽ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം വേണ്ടേ? ചിലപ്പോ അറിയാണ്ട് നോ പാർക്കിങ്ങിലും കണ്ടും കൊണ്ടേ പാർക്ക് ചെയ്തോ. ഞാൻ ഈ വണ്ടി ഓടിക്കൊണ്ടേ. ഇയാളുടെ പേരെന്താ പറഞ്ഞേ? കെന്ന. ഹസ്ബൻഡിന്റെ അപ്പൊ ഞാൻ വേറെ കെന്ന ഷോ എന്ന് പറയാ. ഹസ്ബൻഡിന്റെ പേര് ഷാൽബിൻ. ഷാൽബിന് ഒരു കെന്നയെ കിട്ടിയ പോലെ മണിക്കുട്ടന് ഒരു കിട്ടും. നല്ലൊരു കെന്നെ കിട്ടട്ടെ. നല്ല കെന്ന വേണ്ട, വേറെ ഞാൻ ഈ പറയുന്ന പോലെ ഒരു മെച്ചൂരിറ്റി തോന്നിക്കാനായിട്ടാണ്. കുറച്ച് എന്റെ കല്യാണം ഇത്ര വലിയ പ്രശ്നമാണ്. പിന്നില്ല, എനിക്കിവിടെ സിനിമ ഇപ്പൊ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സിനിമ കിട്ടുന്ന കുറവാ, അതൊരു പ്രശ്നമായി കാണിക്കും. ചേട്ടൻ നല്ല സൂപ്പർ ചേട്ടൻ. ഒരു ഞാൻ എപ്പോഴും എന്നെ ആക്ടിങ് സ്റ്റുഡന്റ് എന്നല്ലേ പറയുന്നത്. ആ ആക്ടിങ് സ്റ്റുഡന്റിൽ നിന്ന് ആക്ടർ ആവാന്നുള്ള ഇവോൾവ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു 2 സീനായിരിക്കും. അത് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരം. അത് ജനങ്ങൾക്ക് അത് തോന്നിയില്ലെങ്കിൽ വീണ്ടും ഞാൻ ആക്ടിങ് സ്റ്റുഡന്റ് തോന്നിയില്ല. പല സിനിമയും ചെയ്യുമ്പോ ഇപ്പോഴെങ്കിലും ആക്ടർ. പക്ഷെ സത്യം പറയാലോ, ഓപ്പോസിറ്റ് ഇരുന്നപ്പോ എനിക്ക് തോന്നി ഞങ്ങൾ 2 ആക്ടിങ് സ്റ്റുഡന്റ് ആണ്. ഫിലിമിലെ സീനിയോറിറ്റി നോക്കുമ്പോ ആദ്യം വന്നത് മണിക്കുട്ടൻ. എന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇല്ല, ഒരു സീനിയോറിറ്റി എന്ന് പറഞ്ഞ സാധനം സിനിമയിൽ ആവശ്യമില്ല. അത് കറക്റ്റ് ആണ്. സീനിയോറിറ്റി എന്ന് പറയുമ്പോ ഇവിടെയുള്ള ഏതൊരു നടനേക്കാളും യുവതലമുറയിലെ ഏറ്റവും സീനിയർ ആയിരിക്കും. അതെ അപ്പൊ പറഞ്ഞു യുവതലമുറയിൽ പെടുത്താൻ പറ്റും. മൂത്തതാരാ ഇതില്? സംശയം ഉണ്ടാ? ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് 36 വയസ്സായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ആ, എനിക്ക് 36. വെളിപ്പെടുത്ത്. കല്യാണം കഴിയാത്ത പയ്യന്മാരുടെ അടുത്ത് പ്രായം ചോദിച്ചിടുന്നത്. അത് പെണ്ണുങ്ങളുടെ അടുത്താ പ്രായം ചോദിക്കും. പെണ്ണുങ്ങൾ ഇപ്പൊ മാറ്റിയത് ഇത്ര പെട്ടെന്ന് മാറ്റിയാ? ഞാൻ എന്റെ വയസ്സ് കൃത്യം. എനിക്കൊരു കല്യാണം കൂടെ കഴിച്ചാൽ അത്രയില്ല. ഞാൻ വളരെ എന്നെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോണ്ട് അസൂയാണ്. അത് ശരിയാ. 16 16 17 ബോയ് ഫ്രണ്ട്. അഭിനയിക്കണം മിനിമം 18 വയസ്സ്. ഡ്രൈവിംഗ് ലൈസൻസോ? അത് പണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി പറയും, അച്ഛൻ എനിക്ക് അഭിനയിക്കണം, അച്ഛൻ അഭിനയിക്കണം എന്ന് പറഞ്ഞ ശ്രീനിവാസ് സാർ പറയും, എടാ 18 വയസ്സാവട്ടെ എന്നാലും അഭിനയിക്കാൻ. എന്റെ ദൈവമേ, മണിക്കൂട്ടൻ ചേട്ടൻ ഇത്രയും സംസാരിക്കുന്നു, ഇത്രയും തഗ്ഗൊക്കെ. ഞാൻ ഇവിടെ വന്നപ്പോ അങ്ങനെ അല്ലായിരുന്നു. ആ ഡോറ് കറന്ന് ഇവനൊക്കെ ഞാൻ അത് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഇനി ക്യാരക്ടറായിട്ട് ഇരിക്കണമെന്ന് പിന്നെയാണ് മനസ്സിലായി. ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. ഓപ്പോസിറ്റ് അതേപോലെ ഒരാൾ വന്നിരിക്കുന്നു. പക്ഷെ ഇതിനൊരു ഇൻസിഡന്റ് ഉണ്ട് കളിയാ. ഇന്നിപ്പോ രാവിലെ ഞാൻ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പം മമ്മൂക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ട് അടുത്ത് കിടക്കുന്നു, തൊട്ടടുത്താണ് ഫ്ലാറ്റില്. അല്ല, മമ്മൂക്കായിട്ട് ഗൗതം മേനോൻ സാറിന്റെ. കാരണം ഇവിടെ വന്ന് പലരും ചോദിച്ചു മമ്മൂക്കായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ. അതെനിക്ക് അറിയില്ല, നിമിത്തമാണെന്ന് പറഞ്ഞത്. കാരണം ഞാൻ കുറെ കാലം മമ്മൂക്കയുടെ ഷൂട്ട് അടുത്ത് എവിടെയെങ്കിലും കണ്ടിട്ട്. അല്ല സീരിയസ്ലി, ഷൂട്ട് തന്നെ കണ്ടിട്ട് കുറെ കാലമായി. ഷൂട്ട് തന്നെ കണ്ടിട്ട് കുറെ. അല്ല, ഞാൻ മമ്മൂക്കയുടെ ഷൂട്ട് കണ്ടെന്ന്. ഞാൻ ഷൂട്ട് കണ്ടിട്ട് ഞാൻ ഇപ്പൊ എമ്പുരാനാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത്.
സംഭവം മോഹൻലാൽ ഫാനാണ്. വാ, അതാണ് ലാലേട്ടൻ ഇതിലുള്ള fan. നമ്മള് എടുത്തു അതെ. പറഞ്ഞ അതുകൊണ്ടല്ല. അതന്നെ. എടാ ആ, അത് മണിക്കൂട്ടൻ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും പറയും ഞാൻ ലാൽ സാർ ഫാനാണ്. അതിനർത്ഥം മമ്മൂക്കിനെ അപ്പൊ ഇഷ്ടമല്ല. അല്ല, മലയാളി നമ്മൾ പറയട്ടെ, മലയാളികളുടെ അടുത്ത് ആരത്ത് ചോദിച്ചാലും മമ്മൂക്കയെ ലാലേട്ടനെ ഒരേപോലെ ഇഷ്ടമാണ് നമുക്ക്. നമ്മുടെ അല്ല ഞാൻ പറയാം, അല്ല ഞാൻ പറഞ്ഞുതരാം. ഇവനായിരിക്കും, പക്ഷേ അതുകൊണ്ട് ലാലേട്ടൻ ഇഷ്ടമല്ലേ? അല്ല, പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനല്ലോ. എനിക്ക് ഞാൻ ലാലേട്ടൻ ഫാനാണ്, അത് സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് മമ്മൂക്ക ഒരിക്കലും എനിക്ക് ഒരാളുടെ മാത്രം ഫാനാകാൻ പറ്റൂല. സിനിമ കിട്ടുമെന്നുള്ളതുകൊണ്ടല്ല. ഞാനൊരു ആക്ടിങ് സ്റ്റുഡന്റ് ആണ്. അവൻ ആക്ടിങ് സ്റ്റുഡന്റ്, നീ പറയാൻ ആക്ടിങ് സ്റ്റുഡന്റ്. സത്യം നമ്മുടെ പോയിട്ട് എന്തെങ്കിലും ചാൻസ് ചോദിച്ചാണ് സത്യം. പിന്നെ ഓക്കേ. ഞാൻ സത്യം പറഞ്ഞ പൃഥ്വിരാജ് ഫാനാ. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ ഡാൻസ് ശ്രീനിവാസൻ ഫാനാണ്. എന്തുകൊണ്ടാ ധ്യാൻ ചേട്ടന്റെ ആക്ടിങ് സ്കില്ലാണോ? എന്തൊരു ചോദ്യം ചോദിക്കാൻ വന്നല്ലോ. അല്ല, എന്തായാലും പറഞ്ഞല്ലോ, ധ്യാൻ ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആസ് ആക്ടർ എന്ന നിലയിൽ ധ്യാൻ ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? ആസ് ആക്ടർ തന്നെ അതിലെന്താ ക്വാളിറ്റി? ഒരു ആക്ടറിനെ ഇഷ്ടപ്പെടാനായിട്ട് വേറെ ക്വാളിറ്റി വേണമെന്നില്ല. നമ്മള് ക്വാളിറ്റി നോക്കി ഇഷ്ടപ്പെടാൻ പോയാ നിങ്ങക്ക് ഇപ്പൊ ഇതിൽ എന്നെ മാത്രം ഇഷ്ടപ്പെടാൻ പറ്റും. ഇത്രയും ക്വാളിറ്റിയുള്ള കലേഷാണ് കിട്ടിയതാണോ? കല്യാണം കഴിച്ചതാ. ഇത്രയും ക്വാളിറ്റി ഉള്ള ആൾക്ക് ഈ ലോകത്ത് എവിടെ ഒരു പെണ്ണിന് ഇത്രയും നാളായിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പെൺകുട്ടി. ഭർത്താവിന്റെ പേരെന്ന് പറഞ്ഞ പുള്ളിയെ വിളിച്ചിട്ട് അപ്പം പറഞ്ഞുതരും. മോഷൻ പോസ്റ്ററില് ഒരു വേർഡ്, ഞാനൊരു സെന്റൻസ് വായിക്കാണ്. ഈശ്വരൻ പ്രതീക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചാൽ, ബാക്കി സിനിമ റിലേറ്റഡ് ആണ് പോയിരിക്കുന്നത്. ധ്യാൻ ചേട്ടൻ എന്ത് വരം ചോദിക്കും? ഇപ്പൊ ഉള്ളത്ര സിനിമകൾ എന്നും നിലനിന്ന് പോണേ, എല്ലാ വെള്ളിയാഴ്ചയും റിലീസ് ഉണ്ടാവണേ, ജീവിതകാലം മൊത്തം അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പടം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥന. ഓക്കെ, മണിക്കൂട്ടൻ ചേട്ടൻ. ധ്യാന്റെ നാക്ക്. കാരണം ഇവന്റെ പടം ചോദിക്കാൻ പറ്റില്ല, അത് അസൂയായി പോകും. ഒന്നും വേണ്ട, മനസമാധാനം വേണം. ഇപ്പൊ ഉള്ള പോലത്തെ ഇതേ മനസമാധാനം എന്നും ഉണ്ടാവണേ. ഇതേ ഡയലോഗ് വിനീത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ജീവിതത്തിൽ വേണ്ട മനസ്സമാധാനം. അതെ, രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കാൻ പാടില്ലേ? നോക്കിക്കൂടെ? ഞാൻ ഈ വിശ്വാസങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കുന്നു, നിരീശ്വരവാദത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. മതമല്ല, ഞാൻ മീൻസ് ഇത് ആസ്ട്രോളജി ഇതെല്ലാം നമ്മള് ആസ്ട്രോളജി ഒരു സയൻസായി കണ്ടാൽ മതി. ഷോ ഞാൻ ഇപ്പൊ പറഞ്ഞായല്ലോ. വേറെ എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? വേറെ സ്ഥലത്ത് പറയാം. ആസ്ട്രോളജി ഞാൻ നോക്കിയിട്ടുണ്ട്, നോക്കിയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നോക്കിയിട്ടുണ്ട്. ചോദിക്കണം കിട്ടും. മല്ലികമ്മയോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫിലിം ഇൻഡസ്ട്രിയിൽ മക്കളെ പോലെ തോന്നുന്ന ആരാണ്, അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആരാന്ന് പറഞ്ഞപ്പോ മല്ലികമ്മ പറഞ്ഞത് ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി. ഇവരുടെ 3 പേരാണ്. പൊടിക്ക് ഇഷ്ടം കൂടുതൽ ധ്യാൻ ചേട്ടനെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഒരു പൊടിക്ക് ഇഷ്ടം കണ്ട, ആ പൊടിക്ക് ഇഷ്ടം അങ്ങനെ ഒരു സയൻസ് ഉണ്ട്. പൊടിക്ക് ഇഷ്ടം എന്നൊരു സാധനം ഉണ്ടല്ലേ. മല്ലികമ്മ പറഞ്ഞപ്പോ ഓഹോ, നമ്മൾ പറഞ്ഞപ്പോ ഹേ ഹേ. ഇന്റർവ്യൂ വരുമ്പോ ഞാൻ റൂമിൽ പോയിട്ട് ആരും എന്നെ വിളിക്കണത് ഇഷ്ടമല്ല. എനിക്ക് ആ ഫ്ലോയിൽ അങ്ങ് കാണണം. എനിക്ക് ഇടയ്ക്ക് ഈ ചേച്ചിമാരെ വിളിക്കുമ്പോ ധ്യാന്റെ ഇന്റർവ്യൂ കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമെന്നാണ് പറയുന്നത്. നമുക്ക് തിരിച്ചും അതേ ഇഷ്ടമുണ്ട്, മല്ലികമ്മനോട് അതേ ഇഷ്ടം. എന്നിട്ട് ഞങ്ങള് വിളിച്ചു, എടുത്തോ ഫോൺ, മല്ലികമ്മയോട് ഇത്ര ഇഷ്ടമുണ്ട്. ഫോണൊന്നും വിളിക്കേണ്ട കാര്യമില്ല.
അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു സംഭവം ഇന്നും ഒരു സീക്രട്ട് ആയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? പല സിനിമകളിലും വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മൂവി പറ. ഈ ഡയറക്ടർമാർ തെറി വിളിക്കണമെന്ന് നമുക്കൊന്ന് പബ്ലിക്കായിട്ട് പറയാൻ ആ പറ്റും. ഓക്കെ. പേര് പറയാൻ പറ്റില്ല. പേര് പറയാൻ പറ്റില്ല. ഈ പടത്തിന്റെ പേര് പറഞ്ഞു. ലൈഫിൽ എന്ത് സീക്രട്ടും വിശ്വസിച്ച് പറയാവുന്ന ഒരാളുണ്ട്. നെയിം പറയണേ. എന്റെ അങ്ങനെ ഒരാളേ ഇല്ല. സെയിം പിഞ്ച്. സെയിം പിച്ച്. രണ്ടുപേർക്കും ഇല്ല. നമ്മൾ ഒന്നിച്ച്. നമ്മള് ഓക്കെ. കലേശേട്ടൻ വൈഫിനോട് പറയും. വൈഫിനോട്. ഓക്കെ. എനിക്ക് വൈഫിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എല്ലാ സീക്രട്ടും പരസ്യമാക്കുന്ന ഒരു ഫ്രണ്ട്. അതേ ഉള്ളൂ. ഇന്ന് തന്നെ നടന്നാണ് ഞാൻ ഇന്ന് കേട്ടസിയുടെ കാര്യം പറഞ്ഞു. കംപ്ലീറ്റ് ഇന്റർവ്യൂല് വന്ന് അത് പറയുകയും ചെയ്തു. എന്റെ അടുത്ത് ചോദിച്ചു, അവിടെ നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടസി കാര്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അണ്ടർ ഗാർമെന്റ്സിൽ പോയിന്റ് വരുമെന്ന് പറഞ്ഞു. ആദ്യം ഇന്റർവ്യൂല് വന്ന് ഗാർമെന്റ്സ് നല്ല പറഞ്ഞത്.